ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേവലം ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ കാത്തു സൂക്ഷിച്ച ഒരു നിയമ പോരാട്ടത്തെ കുറിച്ചിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ ഇടനീർമഠത്തിന്റെ ഒരു മഠാധിപതി തുടങ്ങിയ ഒരു കേസ് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാ കവചമായി മാറിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അത് കേശവാനന്ദ ഭാരതി കേസ് 1973. കേരള ഗവൺമെന്റ് 1963-ലും 69-ലും കേരള ലാൻഡ് റിഫോംസ് ആക്ടുകൾ കൊണ്ടുവരും. ആ ഒരു ലാൻഡ് റിഫോംസ് ആക്ട് നമ്മളുടെ ഇടനീർ മഠത്തിന്റെ സ്വത്തുക്കളെ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, കേരള ഗവൺമെന്റ് പിന്നീട് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 29ാമത്തെ അമെൻമെന്റ് വഴി 9th സ്കെഡ്യൂളിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെ ഇരുന്നപ്പോൾ കേശവാനന്ദ ഭാരതി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീണ്ടും കിട്ടുവാനായി സുപ്രീം കോടതിയെ സമീപിക്കും. നാനി പൽക്കിവാല എന്ന് പറയുന്ന ഒരു വക്കീലായിരുന്നു അദ്ദേഹത്തിന്റെ കേസുകൾ വാദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കേസുകൾ വാദിച്ചു തുടങ്ങിയപ്പോൾ നമ്മളുടെ സുപ്രീം കോർട്ടിന് ഇത് നമ്മളുടെ ഭരണഘടനയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേസാണ് എന്ന് മനസ്സിലാകും. അങ്ങനെ സുപ്രീം കോടതി അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബെഞ്ച്, അതായത് 13 ജഡ്ജസ് ബെഞ്ച്, ഒരു 13 ജഡ്ജസ് ബെഞ്ച് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി രൂപവൽക്കരിക്കുന്നു. അതിനുശേഷം ഏകദേശം 68ഓളം ദിവസം എടുത്തിട്ടാണ് കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി കേൾക്കുന്നത്. അവസാനം 7:6 എന്നുള്ള ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ് നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി വരുന്നത്. 24 ഏപ്രിൽ 1973 ഈ ഒരു വിധി വരുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീടിന്റെ ജനാലകൾ മാറ്റാം, വാതിലുകൾ മാറ്റാം, വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെയിന്റ് മാറ്റിയടിക്കാം, പക്ഷെ ഒരിക്കലും ആ വീട് നിൽക്കുന്നതായിട്ടുള്ള തൂണുകൾ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പാർലമെന്റിന് കൊണ്ടുവരാനായി സാധിക്കും. എന്നാൽ ഒരിക്കലും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ബേസിക് സ്ട്രക്ചറുകൾ, ബേസിക് ഇലമെന്റുകൾ ഇവ മാറ്റുവാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. അങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ തിയറി നമ്മളുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസാണ്. അതായത് നമ്മളുടെ ജനാധിപത്യം, നമ്മളുടെ നിയമവാഴ്ച, അതുപോലെ തന്നെ നമ്മളുടെ സൊവറിനിറ്റി, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മളുടെ ബേസിക് സ്ട്രക്ചർ ആണെന്നും അത് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നമ്മളുടെ ഗവൺമെന്റിന് മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി വരുന്നത്. പക്ഷേ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, നിയമ പോരാട്ടത്തിൽ ജയിച്ചു എന്നുണ്ടെങ്കിലും കേശവാനന്ദ ഭാരതിക്ക് അദ്ദേഹത്തിന്റെ ഭൂമി തിരിച്ചു കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്: കേസ് തോറ്റുപോയെങ്കിൽ എന്താ, ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കുവാൻ എനിക്കായി എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ എന്നും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ എന്നേക്കും നിലനിൽക്കുന്ന രീതിയിലുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. താങ്ക് യു.